സ്ത്രീ 112 വിളിച്ച് പരാതി പറഞ്ഞു. ആർക്കും വിളിച്ചുകൂടെ? വട്ട് മൂത്താൽ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ 112ലേക്ക്. അതങ്ങ് തള്ളിക്കളയുകയാണ്. അതിനകത്ത് ആരോപണമാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണോ? ഞാനൊരു നല്ല MLA ആണോ? ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞു ഞാൻ ഭൂരിപക്ഷം കൂടും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂട്ടലുണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ എടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതെനിക്ക് ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ വോട്ട് ചെയ്യും. ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയട്ടെ, അവർ ചോദിച്ചു നോക്ക്, അവരെനിക്ക് വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും. വൻ ഭൂരിപക്ഷം ജയിക്കും. ഈ സഹോദരിമാരോട് ഉള്ളിടത്തോളം കാലം എന്നെ തോപ്പിക്കാൻ നോക്കില്ല. അത് കൈവച്ചിരുന്നാൽ മതി. അതിന് അവരെ വെറുപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഇത്തരം കഥ ഇറക്കുന്നെങ്കിൽ കൈവച്ചിരുന്നാൽ മതി. എനിക്കതിലൊന്നും ഒരു ഭയമില്ല. പിന്നെ വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ നിങ്ങളുടെ എനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. കേരളത്തിലെ ജനതയോട് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല. നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്. എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ മമ്മൂട്ടിയെ വിട്ടോ, മോഹൻലാലിനെ വിട്ടോ, മഹാത്മാഗാന്ധിയെ വിടുന്നില്ല. പിന്നെ അന്നോ പാവപ്പെട്ട എന്നെ മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പാവപ്പെട്ട എന്നെ വിടുവോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പിടിച്ചുകൂടെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടായിരുന്ന, ഏറ്റവും നല്ല പ്രണയം ഉണ്ടായിരുന്ന, അത് ആസ്വദിച്ച ഒരു മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു. മാധവിക്കുട്ടി, നമ്മുടെ ഇദ്ദേഹം പുണ്യത്തിൽ കുഞ്ഞബ്ദുള്ള, MD വാസുദേവൻ നായർ, ഇവരെല്ലാം പ്രണയത്തെക്കുറിച്ച് പറയുകയും അതിനെപ്പറ്റി ആസ്വദിക്കുകയും ചെയ്തവരാണ്. നിങ്ങളിപ്പോൾ പലരും ആസ്വദിക്കുന്നില്ലേ? എന്തിന്? അല്ല, എന്തിനാ ഈ മനസ്സിലാകുന്നില്ല? ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയ അയാളുടെ സൗകര്യമില്ലയോ അത്? പിന്നെ മറ്റേ ആളെക്കുറിച്ച് പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ അബോർഷൻ നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അയാളാണോ എന്നെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്? രണ്ടും അടച്ചു. സത്യമല്ലേ? ഡോക്ടർമാർക്ക് പണിയില്ലാതായി. രണ്ടും അവരെ ഏറ്റെടുത്തു. അത്തരം ആളുകളാണോ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അവർക്ക് വേണ്ടി കുഴലുവാൻ നടക്കുന്നവന്മാരല്ലേ എന്ന് അഭിപ്രായം പറയാം? പത്തനാപുരത്ത് എടുത്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ പ്രധാന ജോലി പാറ പൊട്ടിപ്പും അഴിമതിയും കൊള്ളയും പിടിച്ചുപറിയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ദയനീയമായി തോറ്റ ആളാണ്. അതിനൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട. കല്യാണം കഴിച്ച് 2 പിള്ളേരായിട്ടും KSU എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്തോ പറയാനാണ്? പിന്നെന്താ? അതിനെന്താ? നമ്മൾ രാഷ്ട്രീയമായിട്ടങ്ങ് നേരിടും. വേറെ കാര്യം എന്തോ? വാർത്താ സമ്മേളനം വിളിച്ചാൽ നിങ്ങൾ വാർത്ത കൊടുക്കും, അത് കാണും. ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കത്തില്ല. എൻ്റെ വോട്ട് കൂടും. നിങ്ങൾക്കൊരു സംശയം വേണ്ട. പത്തനാപുരത്തുകാർക്ക് എന്നെ അറിയാം. 25 കൊല്ലമായിട്ട് എന്നെ അറിയാം. എൻ്റെ എക്സ്റേ വരെ അവർക്കറിയാം. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവരോടൊക്കെ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അവരോട് ചോദിക്കും. ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ അവരോട് ചോദിക്കും ഞാൻ എത്ര സ്നേഹത്തോടെ പെരുമാറും. അവരെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നവനാണ്. ഇന്ന് ഈ നിൽക്കുന്ന ഈ നഗറിൽ കാണുന്ന എല്ലാ ഐശ്വര്യവും ഞാൻ കൊണ്ടുവന്ന എൻ്റെ പാർട്ടിക്കാരാണ് ഈ നിൽക്കുന്ന മെമ്പർ. ഇയാളെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് ഈ നഗറിൽ കാണുന്ന എല്ലാ റോഡും ക്ലിയറാണ്. ഒന്ന് ഓടിച്ചു നോക്കി, വണ്ടിയൊന്ന് ഓടിച്ചു നോക്കി, എല്ലാ റോഡും ക്ലിയറാണ്. എല്ലാ വീട്ടിലും കുടിക്കാൻ വെള്ളമുണ്ട്. ഇതൊരു നഗറാണ്, ഒരു SC നഗറാണ്. ഈ നഗറിൽ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ എല്ലാവരുടെയും വീട്ടിൽ കുടിക്കാൻ വെള്ളമുണ്ട്, ശുദ്ധീകരിച്ച വെള്ളം. അതാണ് ഗണേഷ് കുമാർ, അല്ലെ മറ്റതല്ല ഗണേഷ് കുമാർ. അവർ സൂഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. നീ ഇത് തന്നെ ഒരു സുഖമല്ലേ? ഇത് വായിക്കുന്ന ഒരു സുഖമാണ്, മനസ്സിലായില്ലേ? ഈ സിനിമയിൽ നിൽക്കുന്ന കാലത്ത് ഇങ്ങനെ സംഭവമുണ്ട്. ഇപ്പോൾ ഗണേഷ് കുമാറും വേറൊരു നടിയുമായിട്ട് പ്രണയമാണെന്ന് പറഞ്ഞാൽ ആ നടിയെ അറിയാം, ഗണേഷ് കുമാറിനെ അറിയാം. അപ്പോൾ ഇമാജിൻ ചെയ്യും, കൊള്ളാലോ, എളുപ്പമുണ്ട്. ഞാനും സുമതിക്കുട്ടി അമ്മയും തമ്മിൽ പ്രണയത്തിലാണെന്ന് പറഞ്ഞാൽ സുമതിക്കുട്ടി അമ്മയെ ആർക്കും അറിയത്തില്ല, എന്നെ മാത്രമേ അറിയത്തുള്ളൂ. അവർ രണ്ടുപേരെയും അറിയാവുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ആസ്വദിക്കാം. ഇതൊരു രോഗമാണ്. ഇത് നമ്മൾ മലയാളിക്ക് ഈ ഒരു പീപ്പിംഗ് ടെൻഡൻസി എന്നൊരു സ്വഭാവം ചില ആൾക്കാർക്കുണ്ട്. ഭൂരിപക്ഷത്തിനില്ല, കുറേ ആൾക്കാർക്കുണ്ട്. അതിൻ്റെ ഭാഗമാണ്. അവർ പീപ്പ് ചെയ്യട്ടെ, ഒളിഞ്ഞു നോക്കിയാൽ പലതും കാണാം എന്നൊരു ചൊല്ലുണ്ട്.